ഒരു വയസ്സൻ പാമ്പും ഒരു കൗമാരക്കാരിയും തമ്മിൽ സൗഹൃദത്തിലാവും. ഈ അപ്പൂപ്പൻ പാമ്പിനോട് ഒരു ദയ തോന്നിയിട്ടാണ് ഈ പെൺകുട്ടി ഈ പാമ്പിനോട് ഇഷ്ടമായത്, സ്നേഹമായത്. ഈ പാമ്പിന് വേണ്ടുന്ന ഇത്തിരി പരിചരണമൊക്കെ കൊടുക്കാം എന്ന് ഈ കുട്ടിക്ക് തോന്നി. അപ്പോൾ ഈ പാമ്പ് ഈ കുട്ടിയോട് വിവരിക്കുന്നു, തൻ്റെ പൂർവ്വജന്മത്തിൽ ഒരു ബ്രാഹ്മിൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊത്തിക്കൊല്ലാനിടയായി. അങ്ങനെ ആ ബ്രാഹ്മിൻ്റെ ശാപത്താൽ താൻ ഈ പാമ്പ് എടുക്കുന്ന ഓരോ ജന്മവും വളരെ ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും എന്നാൽ വയസ്സൻ പ്രായം ഏറെ കാലം അനുഭവിച്ച് അതിൻ്റെ ദുരിതവും ദുരന്തവും അനുഭവിക്കുക എന്നുള്ളതാണ് ശാപം. അങ്ങനെ ഈ ജന്മത്തിലും താൻ ചെറുപ്പമാണ്, പക്ഷേ പ്രായമായത് ഈ ബ്രാഹ്മിൻ്റെ, ആ പഴയ ബ്രാഹ്മിൻ്റെ ശാപത്താലാണ് എന്ന് ഈ കുട്ടിയോട് വിവരിക്കുന്നു. എന്തായാലും ഈ കുട്ടി പറയുന്നു, അപ്പൂപ്പ, ഞാൻ അപ്പൂപ്പനെ എന്ന് നോക്കാം, ഞാൻ അപ്പൂപ്പനെ വിവാഹം കഴിക്കാം, അപ്പൂപ്പൻ പാമ്പേ ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഈ കുട്ടി ഒരു കൈ കിട്ടിയ കുറച്ച് പൂക്കളൊക്കെ കൊണ്ട് മാല കിട്ടി, കൗമാരക്കാരിയാണ്. എന്നിട്ട് ഈ പാമ്പിന് അതിൻ്റെ കഴുത്തിൽ അണിഞ്ഞ് കൊടുത്ത് വിവാഹിതയാവുകയാണ് പാമ്പിനോട്. പെട്ടെന്ന് തന്നെ ഈ പാമ്പ് ഒരു സുന്ദരനായിട്ടുള്ള ഒരു പയ്യനായിട്ട് മാറുകയും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ശിഷ്ടജീവിതം അനേകം വർഷം ജീവിച്ചു എന്ന് ഒരു ഫാൻറ്റസി സ്റ്റോറിയാണ്, ഒരു ഫെയറി ടെയിൽ, ഒരു സാങ്കല്പിക കഥ. മനുഷ്യൻ്റെ സങ്കല്പം അങ്ങനെയൊക്കെ ആണല്ലോ. എന്തായാലും ഈ കഥ അങ്ങനെ പോയി. ഇന്ന് ആധുനികമായിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, കൗമാരക്കാരികൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്ന പ്രായം, പേര്, ഒരുപക്ഷെ ഫോട്ടോ തന്നെ മോർഫിങ് ചെയ്തതും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വൃത്തിയാക്കിയെടുത്ത ആൾ രൂപങ്ങളൊക്കെയാണ്. എത്ര പറഞ്ഞാലും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് യഥാർത്ഥമല്ല, യാഥാർത്ഥ്യതയില്ല. ഇവർ പരിചയപ്പെടുന്നവരുടെ ശരിക്കുള്ള പ്രായം, വിദ്യാഭ്യാസം, യോഗ്യത വിലയിരുത്തണം, മുതിർന്നവർ പറയുന്നത് മനസ്സിലാക്കണം എന്ന് കുട്ടികൾ മനസ്സിലാക്കാതെ ഇന്ന് ഒരുപാട് അവിഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രായത്തിന് അതീതമായിട്ടുള്ള ശാരീരിക അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കേസുകൾ ഒരുപാടാണ് ഞാൻ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ ഒരു 1-1.25 വർഷമായിട്ട് ഈ ഫോണ് സകല കുട്ടികളുടെ കയ്യിലുമായി. ഇപ്പം ഇവരാരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നു, ആരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുന്നു, ഇവരെന്തൊക്കെ കാണുന്നു, ഇവരുടെ ശീലങ്ങൾ എന്ത് എന്ന് പേരൻസിന് അറിയില്ല. പേരൻസ് ആണെങ്കിൽ ഇന്ന് കോമൺ ആയല്ലോ, ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്ന കോമൺ ആയി. അതുകൊണ്ട് ഈ പാമ്പിൻ്റെ ഈ പൂർവജന്മ കഥയും എന്നതുപോലെ ആണ് ഇന്നേ കുട്ടികൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഈ പറയുന്ന പ്രായം, വിദ്യാഭ്യാസം, യോഗ്യത സത്യമാണോ, ഒരു വാസ്തവികതയും ഉണ്ടാവില്ല, സൂക്ഷിക്കുക. അതാണ് ഈ കഥയുടെ പൊരുൾ. ആധുനികമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കഥ. അതുപോലെ തന്നെ സ്ത്രീകളും. ഇന്ന് ആർക്കും സ്വകാര്യതയില്ല, ആരുമായിട്ടൊക്കെയോ പെട്ടെന്ന് സൗഹൃദമാവുന്നു, വിഷയങ്ങളിലേക്ക് അടിമപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് ആത്മഹത്യയും ഡിവോഴ്സും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്, സൂക്ഷിക്കുക. അതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് തെറ്റായ വിഷപ്പാമ്പുകളാണ്, സൂക്ഷിക്കുക. എന്തായാലും ഞാൻ കൊല്ലം ഐത്തിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് മുഖത്തലയിൽ, സ്വന്തമായിട്ട് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, അഡോളസെൻ്റ് കൗൺസിലിംഗ്, ചൈൽഡ് സൈക്കോളജി ഒക്കെ ഉണ്ട്, ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. 9605743596 ആണ് എൻ്റെ നമ്പർ. വിളിക്കുക, വരിക. അതുകൊണ്ട് അന്ധമായിട്ട് പാമ്പ് പറഞ്ഞത് വാസ്തവമാണ് എന്ന് കരുതി, ഇന്നത്തെ ആധുനികമായിട്ടുള്ള പാമ്പാണ് ഞാൻ പറഞ്ഞത്, ഉദ്ദേശിച്ചത്. അല്ല, കഥകളിലെ സ്വപ്ന പാമ്പല്ല, സാങ്കല്പികമായിട്ടുള്ള കഥയല്ല, റിയലാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരും, സങ്കല്പ ലോകത്തിൽ നിന്ന് എല്ലാവരും പുറത്തു വരണം. ഇന്ന് സ്ക്രീൻ ടൈം കൂടി എല്ലാവരും ഈ സാങ്കല്പികമായ ലോകത്താണ് രക്ഷപ്പെടുക. വെൽക്കം, വരിക, സേവനം എടുക്കുക. വെൽക്കം.